കൂട്ടുകാരെ സെലം പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് ആറ്റുകാൽ പൊങ്കാല സ്പെഷ്യൽ തെരളിയപ്പം നോക്കാം. അതിനായിട്ട് എനിക്കിപ്പം വയനയില വളരെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് പ്ലാവിൻ്റെ ഇലയും കൂടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോഴതെല്ലാം കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്, അതായത് സ്റ്റീൽ ഗ്ലാസ്സിന്. ഇതേപോലത്തെ ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുമിച്ച് എടുത്തിട്ടില്ല. അപ്പോഴിതിനെ ഒന്ന് കഴുകിയെടുക്കണം നല്ലതുപോലെ. അപ്പോഴിവിടെ ഇപ്പോൾ 2 മണിക്കൂറാണ് വെള്ളത്തിൽ ഇട്ടിരുന്നത്. അതിനെ തന്നെ വാരി മാറ്റാം. അപ്പോഴിവിടെ എല്ലാം വാരി എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ. ഇതൊന്നും ഇനി വെള്ളം തോർന്നു വരണം. അപ്പോൾ ശർക്കര ഇത്രയും ചീകി എടുത്തിട്ടുണ്ട്. നമ്മുടെ അരിയുടെ വെള്ളം എല്ലാം തോർത്തി എടുത്തിട്ടുണ്ട്. പച്ചരി മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ പൊടിച്ച മാവൊക്കെ ചേർത്ത് കൊടുക്കുക. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ചെറിയ തരിതരിപ്പോട് കൂടി വേണം പൊടിച്ചെടുക്കാൻ. അപ്പോഴേ തെരളിയപ്പത്തിന് ഇടിയപ്പത്തിന്റെ മാവല്ല എടുക്കുന്നത്, പുട്ടിന്റെ പൊടിയാണ്. അപ്പോഴും നമ്മുടെ മാവ് ഇവിടെ പരുവായിട്ടുണ്ട്. അപ്പോഴും ഇത്രയും പോലും ചിലർ മൂപ്പിക്കില്ല. ഞാൻ ഇച്ചിരി കുറച്ച് മൂപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു 2 ഗ്ലാസ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ റോസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പഴവും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ശർക്കരയൊന്ന് കുഴച്ചെടുക്കുക. ഇത് നല്ല പഴുത്ത പഴമായതുകൊണ്ടാണ് ഞാൻ അരച്ചെടുക്കാത്തത്. ശർക്കര ഓരോരോ മധുരത്തിന് ആവശ്യമായത് എടുക്കുക. അപ്പോഴത് നല്ലപോലെ ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോഴിതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കുക. ശർക്കരയും പഴവും കൂടെയുള്ള മിക്സാണ്. പിന്നെ ഇനി നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോഴും മാവിലേക്ക് ശർക്കരയെല്ലാം കുതിർന്നിറങ്ങണം. അപ്പോൾ നല്ല ഫൈനായിട്ട് കുഴച്ച് കൊടുക്കണം. അത് നല്ലതുപോലെ മാവിനകത്ത് ശർക്കരയെല്ലാം പിടിച്ച് നല്ല ഇതായിട്ട് വരണം.
അപ്പോൾ ഇതാണ് നമ്മുടെ തെരളിയപ്പം. അടുത്ത പരിപാടിയാണ്. ഒരു ഈർക്കിൽ ഇതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പോഴതിൻ്റെ എൻഡ് കണ്ടല്ലോ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടല്ലേ? അടുത്തിനി ഇവിടെ ഇനി പിടിച്ച് കെട്ടി വെച്ച് കൊടുക്കണം. കണ്ടല്ലേ? ഇതേപോലെ അടുത്ത് വീണ്ടും ഇതേപോലെ തന്നെ കണ്ടല്ലേ? വീണ്ടും ഇതേപോലെ ആക്കി കൊടുക്കണം. വീണ്ടും ഇതേപോലെ ചെയ്യണം. ഉണ്ടല്ലേ? അപ്പോഴേ അത് ഇളകി പോകൂല. അടുത്തിനി ഇതേപോലെ ഒരു ഇല എടുക്കണം. അപ്പോൾ ഇലയെല്ലാം ഞാൻ ഇവിടെ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മാവിന്ന് ഓരോ ഉരുള മാവെടുക്കണം. ഇതേപോലെ ഉരുട്ടണം. ഇതേപോലെ വെച്ച് കൊടുക്കണം. കണ്ടല്ലേ? ഇതിപ്പോൾ നല്ല വലിയ ഇലയാണ്. എന്നിട്ട് അടുത്തത് ഇവിടെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത് യഥാർത്ഥം പറഞ്ഞാൽ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കൂട്ടുകാരെ. അതുപോലെ ഞാൻ ക്രിസ്ത്യാനുമാണ്. അതുകൊണ്ട് അത്ര നല്ല പ്രാക്ടീസും ഇല്ല. ഓക്കെ. അപ്പോഴിനി ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് കുത്തി വെച്ച് കൊടുക്കണം. ഞാൻ ഇതേപോലെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ? അപ്പോഴിതിൻ്റെ എൻഡിൽ ഇങ്ങനെ കെട്ടിയിട്ടുള്ളതുകൊണ്ട് ഊരി പോകൂല. ഉണ്ടല്ലേ? ഇങ്ങനെ കിടന്നോളൂ. അപ്പോഴിനി ഒരെണ്ണം കൂടെ കാണിച്ചു തരും ഞാൻ. അപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ എനിക്ക് നല്ല വയണയിലൊന്നും അങ്ങനെ കിട്ടിയില്ല. ഞാൻ പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോഴൊരുപാട് ഹൈറ്റിന് നിൽക്കുകയാണ് വയണയില. ഉണ്ടല്ലേ? അപ്പോഴടക്കാനും വലിയ തോട്ടയൊക്കെ ഉണ്ടെങ്കിൽ അടത്തെടുക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് അടുത്തത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഉണ്ടല്ലേ? അപ്പോൾ ഇത് ഇച്ചിരി ചെറിയ ഇലയാണ്. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ അങ്ങ് കിടന്നുള്ളത്. കണ്ടല്ല? ഇതേപോലെ രണ്ടെണ്ണം കയറ്റിയിട്ടുണ്ട്. അപ്പോഴെല്ലാം ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോഴ് കണ്ടല്ല നമ്മുടെ തിരളിയപ്പം എല്ലാം ഇതിനകത്തോട്ടാക്കിയിട്ടുണ്ട്. കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കുക.
അപ്പോഴും നമ്മുടെ തെരളിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ. ആറ്റുകാൽ പൊങ്കാല സ്പെഷ്യൽ തെരളിയപ്പം ഉണ്ടേ. ഉണ്ടല്ലോ കൂട്ടുകാരെ, ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത്. ഇപ്പോഴും നോക്കാം ഇതെങ്ങനെ ഇരിക്കണേന്ന്. നല്ല ചൂടാണ് കൂട്ടുകാരെ. അയ്യോ, എന്താ ഒരു രക്ഷയും ഇല്ല. നല്ല ടേസ്റ്റാണ്. ഇപ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അപ്പോഴും പഴം കൂടി പോകരുത്. ചെറിയ 2 റോബസ്റ്റിൻ്റെ പഴം എടുത്താലും മതി. അപ്പോഴേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്. ഇപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്കൊരു സപ്പോർട്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.